ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് കാത്തിരുന്നൊരു വീഡിയോയാണിത്. അതായത് ഭാര്യ ഭർത്തൃബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ഒരുപാട് ലേറ്റായിപ്പോയി ഇതിടാനായിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ വീഡിയോസ് എടുത്ത് വെച്ച് ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും ആദ്യമേ ക്ഷമിക്കണം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഭാര്യ ഭർത്തൃ ബന്ധം നന്നായി പോകാൻ നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ. ആ കാര്യങ്ങളൊന്നും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യാതെ ഇരുന്നാൽ നമ്മൾ എത്ര ഇപ്പോൾ 10 പൊരുത്തത്തോടെ വിവാഹം കഴിച്ചവരാണെങ്കിലും ജാതകത്തിൽ ശുക്രദശയോ വ്യാഴദശയോ നടക്കുന്നവരാണെങ്കിലും എല്ലാ രീതിയിലും നമുക്ക് രാജയോഗം പറഞ്ഞിട്ടുള്ള ജാതകമാണ് എങ്കിൽ പോലും നമുക്കത് ശരിയാവണമെന്നില്ല. അപ്പോൾ അത് എന്താണ്, എങ്ങനെയാണ് എന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നമ്മൾ ഇപ്പോൾ ഉദാഹരണം സഹിതം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ ആ വീട് കറക്റ്റായിട്ട് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് നേരെയായിരിക്കണം. അതായത് അതിൻ്റെ അടിത്തറ സ്ട്രോങ് ആയിരിക്കണം. അതിനു പകരം അടിത്തറ സ്ട്രോങ് അല്ലാതെ നമ്മൾ പണിത് അതിൻ്റെ മുകളിലോട്ട് ആൾക്കാർ കണ്ടാൽ കൊതിക്കുന്ന രീതിയിലൊരു സൗധം പണിതിട്ട് ഒരു കാറ്റോ മഴയോ സുനാമിയോ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അത് പോയാൽ നമ്മൾ ഉണ്ടാക്കിയ പൈസയും വെറുതെയായി പോകും, ആ വീടും വെറുതെയായി പോകും. അതുപോലെ നമ്മളെ മക്കളെ പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ CBSEയോ ICSEയോ കേരള സ്റ്റേറ്റോ എന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കൾ ബഹളം കൂട്ടാറുണ്ട്. പക്ഷേ ആ ബേസിക് അവർക്ക് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. നമ്മൾ എത്ര വലിയ വിദ്യാഭ്യാസം കൊടുത്താലും ആ പഠിക്കുന്ന വിദ്യ അവർക്ക് കറക്റ്റ് സമയത്ത് ഉപയോഗിക്കാൻ പറ്റാതെ പോയാൽ, അതുപോലെ ABCD പഠിക്കാതെ നേരെ കൊണ്ട് 5ാം ക്ലാസ്സിൽ കൊണ്ടൊരു കുഞ്ഞിനെ ഇരുത്തിയാൽ അവിടെ അവർക്ക് ക്ലിയർ ആകുമോ? ഇതെത്ര വലിയ സിലബസ് ആണെങ്കിൽ പോലും അവർക്കൊരിക്കലും അവിടെ ഒരു മനസ്സിലാകത്തുമില്ല. അവർക്ക് എങ്ങനെ മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാഴുകയും വരും. അപ്പം എപ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബേസിക് നന്നാക്കുക എന്നുള്ളതാണ്. ഇവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നിച്ചുള്ള ഒരു ജീവിതം സന്തോഷകരമാകണം. ഇപ്പോൾ ബാക്കിയൊക്കെ ഞാൻ മാറ്റി നിർത്തുകയാണ്. നിങ്ങളുടെ ഭർത്താവ് കുടിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്, വീട്ടിലെപ്പോഴും വഴക്കാണ്, ബഹളമാണ്, ഇതെല്ലാം മാറ്റി നിർത്തിയാൽ നിങ്ങളാദ്യം നിങ്ങളുടെ ബേസിക് കറക്റ്റാണോ എന്ന് നോക്കണം. മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഈ ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാരണം കൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ജാതകത്തിൽ 9 നവഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ 9 ഗ്രഹങ്ങളുടെയും ഏറ്റവും കൂടുതൽ ആധിക്യം നമുക്ക് അനുഭവപ്പെടുന്നത് രാഹുവിൻ്റെയും കേതുവിൻ്റെയുമാണ്. രാഹു ദശ ഒരു മനുഷ്യൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഒരുപാട് ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നത്. കണ്ടകശനി, ഏഴരശനി ഒക്കെ മാറ്റി നിർത്തിയാലും രാഹുദശ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കുമ്പോൾ അവൻ ഒരുപാട് പോരാടേണ്ടി വരും. ആ രാഹു കേതുവിൻ്റെ ആധിക്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട് നശിച്ചു എന്ന് കൂട്ടിയാൽ മതി. ഈ രാഹു കേതുക്കൾ നമ്മുടെ വീട്ടിലുണ്ട് എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ഏറ്റവും സിമ്പിളായിട്ട് നല്ല രീതിയിൽ ആസ്ട്രോളജി പഠിച്ച ഒരു ജ്യോത്സ്യന് ആ വീടിൻ്റെ പടിവാതിൽക്കൽ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അതായത് വീട് അലങ്കോലമായിട്ട് വൃത്തികേടായിട്ടിട്ടിരിക്കുക, വീടിൻ്റെ എല്ലാ മൂലകളിലും ചിലന്തി വലകൾ, കറുത്ത പുള്ളികൾ, അടുക്കളയിൽ പാത്രങ്ങൾ കഴുകാതെ കീറിയ തുണികൾ, ശോഭയിൽ അലക്കിയ തുണികൾ, എല്ലാ വീട്ടുകളിലും ഒരു കസേര ഉണ്ടാകും ആ മൂലയിൽ തുണികൾ കൂട്ടി വെക്കുന്നത്. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. വല്ലപ്പോഴും ചെയ്യുന്നതിൽ തെറ്റില്ല, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്താൽ അവിടെ രാഹുവിൻ്റെ ആധിക്യം കൂടാനായിട്ടേ വരികയുള്ളൂ. അതുപോലെ കട്ടിൽ, സോഫ, ഇതിൻ്റെയൊക്കെ അടിയിൽ ഒരുപാട് ചപ്പുചവറുകൾ കാണും. വർഷത്തിലൊന്നോ മാസത്തിലൊന്നോ ഒക്കെ ആയിരിക്കും അത് ക്ലീൻ ആക്കുന്നത്. അവിടെ രാഹുവിൻ്റെ ആധിക്യം വളരെ കൂടുതലായിരിക്കും. അതുപോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മേക്കപ്പ് സാധനങ്ങൾ, ഗുളികകൾ, സ്ട്രിപ്സ്, അങ്ങനെ പല സാധനങ്ങൾ, വീട്ടിലോട്ട് ഓർഡർ ചെയ്ത് മേടിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും കാർഡ്ബോർഡ് പെട്ടിയും ഷീറ്റ്സും പേപ്പറും പ്ലാസ്റ്റിക്സും അങ്ങനെ കുറേ സാധനങ്ങൾ
പിന്നെയുള്ള ചിലരുടെ ഇതാണ് കിട്ടുന്ന പ്ലാസ്റ്റിക് കവറുകളെല്ലാം കൂട്ടി വെക്കുക. കേടായതും പൊട്ടിയതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ കളയാതെ ഇരിക്കുക. ആരുടെ വീട്ടിലാണോ അമ്പലത്തിൽ പോകുമ്പോഴും അതല്ല വീട്ടിലൊരു പ്രധാനപ്പെട്ട മംഗളകാര്യങ്ങൾ നടക്കുമ്പോഴും വഴക്കുണ്ടാകുന്നത്, രാഹുകേതുവിൻ്റെ ആധിക്യം ആ വീട്ടിൽ വളരെ വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ആരുടെ വീട്ടിലാണോ തെക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് ഉള്ളത്, ആ വീട്ടിൽ രാഹുവിൻ്റെ ആധിക്യം കൂടുതലായിരിക്കുമെന്നത് മാത്രമല്ല ആ വീട്ടിൽ ഭാര്യാഭർത്തൃ ബന്ധം വളരെയധികം മോശമായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ബേസിക് നന്നാക്കണം. നിങ്ങളുടെ വീട്, ഇപ്പോൾ ചിലർ പറയും ഭാര്യയും ഭർത്താവും ഞങ്ങൾ വഴക്കാണ് ചേച്ചി, എനിക്കൊന്നിനും മനസ്സില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീട്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സ്ത്രീകളെന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. ആ മഹാലക്ഷ്മി വശ്യം, ശുക്രവശ്യം നമ്മുടെ അവിടെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ രാഹുകേതുക്കളെ നമ്മളിൽ നിന്ന് ഓടിക്കണം. അതല്ലാതെ നിങ്ങൾ വീട്ടിൽ എത്ര പൂജ ചെയ്താലും എത്ര പ്രാർത്ഥിച്ചാലും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ അമ്പലത്തിൽ പോയാൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം വരും. എത്രയോ പേര് മെസ്സേജ് ഇടാറുണ്ട്, ഞാൻ ഇത്ര വലിയ അമ്പലത്തിൽ പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒരു ഗുണവും കിട്ടിയിട്ടില്ല. അതിൻ്റെ കാര്യം നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീട്ടിൽ നോക്കണം. നിങ്ങളുടെ വീട് ഇപ്പോൾ ഒരു കുഞ്ഞു വീടാണ്. ചിലർ പറയാറുണ്ട് ഒറ്റമുറി വീട്ടിലാണ് താമസിക്കുന്നത്. ആ ഒറ്റ മുറിയും വൃത്തിയുള്ളതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു മൂലയ്ക്ക് മഹാലക്ഷ്മി പൂജ ചെയ്താൽ ആ വീട്ടിൽ മഹാലക്ഷ്മി വിളയാടും. അതിന് പകരം ചിലവരുടെ വീട് കണ്ടിട്ടുണ്ട്, വലിയ വീടൊക്കെയാണ്, പക്ഷേ എല്ലാം അലങ്കോലമാക്കി വാരി വലിച്ചിട്ടിട്ട് അവർ മഹാലക്ഷ്മി ദേവിയെ പൂജിച്ചിട്ട് വല്ല കാര്യമുണ്ട്? അവിടെ ഒരിക്കലും മഹാലക്ഷ്മി വാസം ചെയ്യില്ല. അവിടെ രാഹുകേതുക്കളുടെ ആധിക്യമല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല. അപ്പം ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും ആദ്യം നിങ്ങളുടെ വീടൊന്ന് ക്ലീനാക്കൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ചിലന്തി വല, ആവശ്യമില്ലാത്ത തുണികൾ, വസ്ത്രങ്ങൾ, ക്യാരി ബാഗ്സ്, പൊട്ടിയ സാധനങ്ങൾ, എന്തൊക്കെയാണോ നിങ്ങളുടെ വീട്ടിലുള്ളത് അതെല്ലാം മാറ്റി, തുണി കൂട്ടിയിടുന്നതും ചപ്പുകൾ കൂട്ടിയിടുന്നതും എല്ലാം മാറ്റി വീട് നല്ല രീതിയിൽ വൃത്തിയാക്കി വെച്ച് നോക്കൂ. പതിയെ നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആ ഒരർത്ഥം മാറുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. ഈ കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള മാറ്റവുമില്ല. രാഹുകേതുക്കളുടെ ആധിക്യം കൂടുന്നത് കൊണ്ടാണ് നിങ്ങളുടെ വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആദ്യം അത് നിങ്ങൾ നന്നാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വലിയ വലിയ അമ്പലങ്ങളിൽ പോകാനും വീട്ടിൽ പൂജ ചെയ്യാനും ശ്രമിക്കും. അതിന് പകരം ചിലവർ കണ്ടിട്ടില്ലേ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വലിയ പൂജയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മഹാലക്ഷ്മി ദേവിക്ക് എല്ലാം വാങ്ങിച്ച് വെച്ചു അവരുടെ അടുക്കളയിൽ പോയി നോക്കിയാൽ സിങ്കിനകത്ത് കഴുകാത്ത ഒരു കൂട്ടം പാത്രങ്ങൾ കാണും. പൂജ ചെയ്തിട്ട് കഴുകുക. അങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടോ? അവരുടെ വീടിൻ്റെ ഓരോ മൂലയ്ക്കും ചിലന്തി വലകൾ കാണും. അങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. നമ്മുടെ കുടുംബത്തിൽ രാഹുകേതുക്കളുടെ ആധിക്യം കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടത് നമ്മുടെ വീട് ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ വേറെ ഒരു ഓപ്ഷൻസുമില്ല. ഇനി ഇതെല്ലാം ഉണ്ട് ചേച്ചി, അതായത് ചേച്ചി പറയുന്നത് പോലെ ഞങ്ങളുടെ വീട് വളരെ വൃത്തിയായിട്ടിരിക്കുവാണ്, ഭംഗിയായിട്ടിരിക്കുവാണ്, യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല, എന്നിട്ടും നിങ്ങളുടെ വീട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് ഉണ്ടോ എന്ന് നോക്കണം. അതുമല്ലെന്നുണ്ടെങ്കിൽ വാസ്തുപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കോമൺലി ഒരു വീട്ടിൽ, ഞാൻ പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു വീട്ടിൽ വഴക്കുണ്ടാവില്ലെന്നല്ല, തീർച്ചയായിട്ടും വഴക്കുണ്ടാകും. എല്ലാ വീടുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ്, പക്ഷേ അതൊക്കെയെന്ന് പറഞ്ഞാൽ 1-2 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതോ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രശ്നങ്ങളോ ആയിരിക്കില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അതുമാത്രവുമല്ല, വീട്ടിൽ നല്ല രീതിയിൽ വെളിച്ചം കയറാൻ, അതായത് ഇരുണ്ട് മൂടി കിടക്കുന്ന ഭാഗത്തൊക്കെ രാഹുകേതുക്കളുടെ ആധിക്യം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ തന്നെ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, വെള്ളിയാഴ്ചകളിൽ സാമ്പ്രാണി പോയിക്കുമ്പോൾ വീടിൻ്റെ കോർണേഴ്സിൽ വേണം കാണിക്കാനെന്ന്. ചിലപ്പം നമ്മുടെ വീടിൻ്റെ കോർണറിലൊക്കെ വെട്ടം ചെന്നൊന്നും വരില്ല. അപ്പോൾ ആ സാമ്പ്രാണി പുകയുടെ സ്മെല്ലുണ്ടെങ്കിൽ തന്നെ നെഗറ്റീവ് എനർജി അത് അബ്സോർബ് ചെയ്ത് അവിടെ പോസിറ്റീവ് എനർജി കൊണ്ടുവരും. അതുകൊണ്ടാണ് ആഴ്ചയിലൊന്ന് കല്ലുപ്പിട്ട് വീട് തുടയ്ക്കണമെന്നും ആഴ്ചയിൽ 2 തവണയെങ്കിലും വീട് മുഴുവൻ സാമ്പ്രാണി പുക കാണിക്കണമെന്നും ഒക്കെ പറയുന്നതിന് കാരണം, വിളക്ക് കത്തിക്കുന്നതും പൂജാമുറിയിൽ പോയി പ്രാർത്ഥിക്കുന്നതും പൂജ ചെയ്യുന്നതുമൊക്കെ പിന്നത്തെ കാര്യമാണ്.
നമ്മളാദ്യം നമുക്ക് ചുറ്റും നമ്മളെയും ശുചിയാക്കണം. അതുപോലെ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ പറഞ്ഞു നിങ്ങൾ മഹാലക്ഷ്മികളാണെന്നുള്ളത്. 5 മണിക്ക് ശേഷം കുളിക്കാതെ, മുടി ചീകാതെ, വൃത്തിയാക്കാതെ, നെറ്റിയിലൊരു പൊട്ടുപോലും കുത്താതെ ഒരു സ്ത്രീ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവില്ല, ഉറപ്പാണിത്. അതാദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം സ്ത്രീകൾ എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. ഒരു 5:30 കൂടിയാണ് മഹാലക്ഷ്മി ദേവിയുടെ ഒരു വൈഭവം സ്ത്രീകളിൽ കൂടുതലായിട്ടുണ്ടാകുന്നത്, വെള്ളിയാഴ്ചകളിൽ പ്രത്യേകിച്ചും. അങ്ങനെ വരുമ്പോൾ 5:30 ആയിട്ടും കുളിക്കാതെ വൃത്തിയില്ലാത്ത ഡ്രസ്സിട്ട് അലങ്കോലമായിട്ട് ഏതൊരു സ്ത്രീ ഉണ്ടോ ആ വീട്ടിൽ മഹാലക്ഷ്മി വാഴില്ല. അവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളായിരിക്കും. നിങ്ങളോട് ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. പക്ഷേ നിങ്ങൾ രാവിലെ എത്ര ലേറ്റായിട്ട് എഴുന്നേറ്റാലും ഒരു 2 മിനിറ്റ് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുക. എഴുന്നേറ്റതിന് ശേഷം ബാത്റൂമിൽ പോയി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുഖമൊന്ന് നന്നായിട്ട് കഴുകി, കാലും കൈയും, അതായത് നമ്മുടെ കാല് നല്ല വൃത്തിക്ക് നനയുന്ന പോലെയും ഉള്ളം കൈ നല്ല രീതിയിൽ നനയുന്നത് പോലെയും കഴുകിയതിന് ശേഷം മുഖവും കഴുകണം. കഴുകി മുടി നിങ്ങളൊന്ന് ചീകി കെട്ടി വെക്കണം. ചിലവർ അഴിച്ചിട്ടിട്ട് അതേപടി ജസ്റ്റ് കൈ കൊണ്ടൊന്ന് കോതി കെട്ടും. അങ്ങനെയല്ല, ചീപ്പിട്ട് നന്നായിട്ട് ചീകി മുടിയൊന്ന് കെട്ടണം. പലരും പല രീതിയിലായിരിക്കും മുടി കെട്ടുന്നത്. അമ്മച്ചിക്കെട്ട് കെട്ടുന്നവരുണ്ടായിരിക്കാം, അഴിച്ചിടുന്നവരുണ്ടായിരിക്കാം, പിന്നിടുന്നവരുണ്ടായിരിക്കാം. എന്ത് തന്നെയും നിങ്ങൾ എങ്ങനെ കെട്ടാൻ ആഗ്രഹിക്കുന്നോ അതുപോലെ നിങ്ങളുടെ മുടി കെട്ടാനായിട്ട് ശ്രമിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. ചിലവർ പറയും ലേറ്റായി പോയെന്ന് പറഞ്ഞ് ജസ്റ്റ് മുഖം പോലും കഴുകാതെ അടുക്കളയിൽ കയറുന്നവരുണ്ട്. അവിടെ മഹാലക്ഷ്മി വാസത്തിന് പകരം രാഹുകേതുക്കളുടെ വാസമാണ് നമ്മുടെ ശരീരത്തിലും ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരത്തിൽ വേണ്ടത് ശുക്രൻ്റെ വാസമാണ്, മഹാലക്ഷ്മി വാസമാണ്. മഹാലക്ഷ്മി വാസമുള്ള ഒരു വീട്ടിൽ സ്ത്രീകൾ മഹാലക്ഷ്മിയാണെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരാരാണ്? സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു കോമ്പിനേഷൻ അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണം, ഒരു വീട് നശിച്ചു പോവാനും ഒരു വീട് നല്ല നിലയിൽ പോവാനും സ്ത്രീകളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരിക്കലും അതിന് പുരുഷന്മാരെ കൊണ്ട് സാധിക്കില്ല. അവർക്ക് ജോലി ചെയ്യാനും പണം സമ്പാദിക്കാനുമുള്ള കഴിവാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ലോകത്തെ മൊത്തത്തിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ, ഒരു വീടിനെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ, ഒരു വീടിനെ ഐശ്വര്യകരമാക്കാൻ സാധിക്കുന്നത് എപ്പോഴും സ്ത്രീകൾക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക തന്നെ വേണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഒരിക്കലും അവരുടെ നെറ്റിത്തടം ഒഴിച്ചിടാൻ പാടില്ല. മിക്ക സ്ത്രീകളും ചെയ്യുന്നത് എന്താണ്? കുളിക്കാൻ പോകുമ്പോൾ നെറ്റിയിലിരിക്കുന്ന ആ പൊട്ടെടുത്ത് ഊരി കണ്ണാടിയിലോട്ട് കുത്തിവെച്ചിട്ട് കുളിക്കാൻ പോകും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ കുളിക്കുമ്പം സ്വമേധയാ ആ പൊട്ട് നമ്മുടെ നെറ്റിയിൽ നിന്ന് വെള്ളം വീണോ സോപ്പ് കൊണ്ടോ പോകുന്നെങ്കിൽ പൊക്കോട്ടെ. അതല്ലാതെ നിങ്ങളുടെ നെറ്റി ഒരിക്കലും നിങ്ങളായിട്ട് ആ പൊട്ടെടുത്ത് മാറ്റാൻ പാടില്ല. ഇനി വെളിയിലൊക്കെ പോകുമ്പം ആ പൊട്ടിന് പകരം വേറൊരെണ്ണം തൊടണമെന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിയിട്ട് അപ്പം തന്നെ വേറെ തൊടാം, അതിൽ തെറ്റില്ല. പക്ഷേ കുളിക്കാൻ പോകുമ്പോൾ ഒരിക്കലും ഒഴിഞ്ഞ നെറ്റിത്തടത്തോടു കൂടി കുളിക്കരുത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നെറ്റിയിൽ എപ്പോഴും ഒരു പൊട്ടുണ്ടായിരിക്കണം. ചിലർക്ക് അതിനോട് താല്പര്യമുണ്ടായിരിക്കില്ല, പക്ഷേ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് സ്ത്രീത്വത്തിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മൾ നെറ്റിയിൽ പൊട്ടൊക്കെ തൊട്ടിരിക്കുക എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മഹാലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾ ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. നിങ്ങളൊരു 15 ദിവസം നിങ്ങളുടെ വീട് നല്ല വൃത്തിയാക്കി ശുദ്ധയാക്കി മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങളും രാവിലെ എഴുന്നേറ്റ് ചീകി കെട്ടി നല്ല ഒരു ഭംഗിയോടുകൂടി ഇരിക്കുക. ഡ്രസ്സ് പുതിയത് ഇടണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇനി കീറിയൊരു ഡ്രസ്സാണെന്നുണ്ടെങ്കിലും അത് തയ്ച്ചിടുക, കീറിയത് അങ്ങനെ ഇടാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളുടെ കാലും കൈകളും എപ്പോഴും ശുദ്ധമായിരിക്കാൻ ശ്രദ്ധിക്കണം. കാലുകൾ, ചിലരുടെ കാലിൽ ചിലർക്ക് ഇന്നത്തെ സ്ത്രീകളാണ് നഖം നീട്ടി വളർത്തുന്നതിനോടൊക്കെ താല്പര്യമുണ്ടായിരിക്കും, അതൊക്കെ അവരവരുടെ ഇഷ്ടം. പക്ഷേ ആ കാലെപ്പോഴും വൃത്തിയായിരിക്കണം. ചിലർക്ക് വേനൽക്കാലമൊക്കെ വരുമ്പോൾ കാല് പൊട്ടുന്ന ശീലങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ശനിയുടെയും രാഹുവിൻ്റെയും ആധിക്യം കൊണ്ടാണ്. നമ്മുടെ മെഡിക്കൽ പരമായിട്ട് പറയുമ്പോൾ അതിന് വേറെ രീതികളുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ ഇല്ല. അതായത് നമ്മൾ പറയും നമുക്ക് കാലാവസ്ഥ ഇങ്ങനെ, പക്ഷേ എല്ലാ ഡ്രൈ സ്കിന്നുകാർക്കും കാല് വരണ്ട് കീറുന്നുണ്ടോ? ഇല്ല. എല്ലാവർക്കും ഈ പറയുന്നത് പോലെ കാല് ഇപ്പോൾ ഒട്ടും വൃത്തിയില്ലാത്ത ഒരാളാണ്, ഇപ്പം ചേറിൽ പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അയാൾ കാലും കൈയും കഴുകി കുളിച്ചിട്ട് വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ കാല് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അവർ ചേറിൽ പോയി പണിയെടുത്താന്ന് പറയത്തേയില്ല. അതേസമയം ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഇവിടെ കച്ചറ എടുക്കാൻ വരുന്ന ചേച്ചിയുണ്ട്. ആ ചേച്ചി എന്ന് പറഞ്ഞാൽ കച്ചറ എടുത്ത് അവരിങ്ങനെ നടക്കുന്നവർ, പക്ഷേ അവരുടെ കാല് കാണണം.
ഞാനത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എന്ത് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അവരുടെ കാലിരിക്കുന്നതെന്നറിയാവോ? അതിൻ്റെ അർത്ഥം അവർക്ക് ഈ പറയുന്നത് പോലെ രാഹു കേതുവിൻ്റെ ശനിയുടെ ഒരു ആധിക്യം അവരിലില്ല. അതേസമയം വേറൊരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയുടെ കാല് കണ്ടു കഴിഞ്ഞ് നമുക്ക് നോക്കാൻ പോലും തോന്നില്ല. അപ്പം ഞാൻ ഇതൊക്കെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, നമ്മൾ നമ്മളെ നല്ല രീതിയിൽ പരിപാലിച്ച് കൊണ്ടുപോയാൽ നമ്മുടെ കുടുംബവും പരിപാലിക്കപ്പെടും. ഇവിടെ ഞാൻ വേറെ ഒരു ഉദാഹരണവും പറയുന്നില്ല. ഞാൻ താമസിക്കുന്ന ഇവിടെ ഈ മഹാരാഷ്ട്രയിൽ ഈ മറാഠികളുടെ ഇടയിൽ അവരുടെ വീട്ടിൽ പോയി നോക്കണം. എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ. നമുക്കവിടെ നിലത്ത് ചോറ് വിളമ്പി കഴിക്കാൻ തോന്നും. അത്ര വൃത്തിയായിട്ടാണ് അവർ ആ വീട് കൊണ്ടുപോകുന്നത്. ഒരേപോലെ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി അടുക്കി, നിലവൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് പോലെ തിളങ്ങും, മാർബിളൊക്കെ. അത്രയും വൃത്തി. അവിടുത്തെ സ്ത്രീകളാണെങ്കിലോ, ഒരു കാര്യം ഞാൻ പറയാം, ഇവിടുത്തെ സ്ത്രീകൾ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളെ പോലെ ദിവസം ഓരോ നൈറ്റി മാറിയിടുക അല്ലെങ്കിൽ ദിവസം ഓരോ ചുരിദാർ, അങ്ങനെയൊന്നുമല്ല. എത്ര കാശുള്ളവനാണെങ്കിലും എത്ര കാശില്ലാത്തവനാണെങ്കിലും എനിക്ക് തോന്നുന്നു ആഴ്ചയിലാകെ 3 നൈറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അലക്കിയും തിരിച്ച് മാറ്റിയിടും. പക്ഷേ ആ നൈറ്റി കണ്ടാൽ പെർഫെക്റ്റ് ആയിരിക്കും. അവരുടെ കാല്, അവരുടെ മുഖം, മുടി ചീകി നെറ്റിയിലൊരു പൊട്ടില്ലാതെ അവരെ കാണാനേ കിട്ടില്ല. ആ വീടുകളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഞാൻ അടുത്ത് കണ്ടിട്ടുള്ള എല്ലാ കുടുംബങ്ങളിലും അവർ തമ്മിലൊരു ഐക്യം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവരുടെ ഒന്നും വീട്ടിൽ പോയാൽ ഒരു പൊടി നമുക്ക് കാണാൻ പറ്റില്ല, ഒരു പൊടി പോലും. അത് ഞാൻ പറഞ്ഞതുപോലെ എത്ര കാശുള്ളവനാണെങ്കിലും എത്ര കാശില്ലാത്തവരാണെങ്കിലും ഞാൻ ഈ 2 രീതിയിലുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എപ്പോഴും ഞാൻ അവിടെ പോകുമ്പം അവരുടെ വീട് ഞാൻ ശ്രദ്ധിക്കും. മെയിനായിട്ട് അവരുടെ അടുക്കളയും അവരുടെ ബാത്റൂമും. അവരുടെ ബാത്റൂമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് നമ്മളോട് ചിലപ്പോൾ പുച്ഛം തോന്നും. ഉള്ള സത്യസന്ധമായിട്ട് ഞാൻ പറയുക, അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങളും നമ്മളെപ്പോലെ 3 ബെഡ്റൂമോ ഹോളോ കിച്ചണോ ഒന്നുമില്ല അവർക്ക്. ഒരു ഹാള് കാണും, ഒരു കിച്ചൺ കാണും, ഒരു ബെഡ്റൂം കാണും. പക്ഷെ അവരത് ക്ലീനാക്കി കൊണ്ടുപോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ അവരിൽ നിന്നൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നതും, നിങ്ങളുടെ കയ്യിൽ പണമോ നിങ്ങൾ എത്ര താഴേക്കിടയിൽ കിടക്കുന്നവരോ ഒന്നുമല്ല. നമ്മൾ താമസിക്കുന്ന ആ ഒരു ചുറ്റുപാടിനെ വൃത്തിയാക്കി വെക്കുക. ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ രാഹുകേതുക്കളുടെ ആധിക്യം കുറയ്ക്കാൻ പറ്റും. അതുപോലെ ബാത്റൂം, എത്ര ടോയ്ലറ്റ്സ് ഉണ്ടെങ്കിലും ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിനുള്ളിലാണ് ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ വരുന്നത്. അത് വളരെ ക്ലീനായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കണം. ബാത്റൂമിൻ്റെ ഡോർ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കണം. അവിടെയൊക്കെ രാഹുകേതുക്കളുടെ ആധിക്യം വളരെ കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു മാറ്റം, ഞാൻ പറഞ്ഞല്ലോ, ഒരു 15 ദിവസം, ഒരു 16 ദിവസമൊക്കെ നിങ്ങളിത് നോക്കിയാൽ മതി. നല്ല രീതിയിലുള്ളൊരു വ്യത്യാസം നിങ്ങളുടെ ബന്ധത്തിൽ വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. നമ്മളെപ്പോഴും നല്ലതുപോലെ ഒരുങ്ങി, സീരിയലിലെ സിനിമയിലും കാണുന്ന പെണ്ണുങ്ങളെപ്പോലല്ല ഉദ്ദേശിക്കുന്നത്, ഞാൻ വീണ്ടും പറഞ്ഞു, നല്ല രീതിയിൽ ഒരുങ്ങി നല്ല വൃത്തിയായിട്ട് നടക്കുക. വീടും അതുപോലെ വൃത്തിയായി സൂക്ഷിക്കുക. ഞങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട് ചേച്ചി, എന്ത് ചെയ്യാൻ പറ്റും? ആഴ്ചയിൽ ഒരിക്കൽ പറ്റുന്നത് പോലെ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ജോലിക്ക് പോയി കാശുണ്ടാക്കിയിട്ട് മാത്രം കാര്യമില്ല. നമ്മുടെ കുടുംബവും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് നമുക്കൊരു അർത്ഥമുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിക്കാതെ ഒറ്റത്തടിയായിട്ട് ജീവിക്കണം. ഇനി നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുഞ്ഞു ടിപ്സും കൂടി പറഞ്ഞു തരാം. കിടക്കാൻ പോകുന്നതിന് മുൻപ് പാല് കുടിക്കുന്ന ശീലം ഭർത്താവിനുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, ഞാനിതെൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കുങ്കുമപ്പൂ ഇട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും അവർക്കതിൽ നല്ല രീതിയിൽ നമ്മളോടൊരു അട്രാക്ഷൻ തോന്നാനായിട്ട് അവിടെ കാരണമാകും. പിന്നെ കിടക്കുന്ന മുറിയിൽ യെല്ലോ കളർ ബൾബ്, എല്ലാവരും ഇപ്പം ഇന്നത്തെ കാലത്ത് 0 ബൾബൊക്കെ ഇടുന്നവരാണ്. തീർച്ചയായിട്ടും ഒരു യെല്ലോ കളറിലെ 0 ബൾബ് വാങ്ങിച്ചിടുന്നതും വളരെ ഉത്തമമാണ്. അത് ഏത് കോർണറിൽ വേണമെങ്കിലും വേണം, പക്ഷേ ബെഡ്റൂമിൽ അത് ഉണ്ടായിരിക്കണം. വെള്ളിയാഴ്ചകളിൽ വരുന്ന ശുക്രഹോര സമയം, അതായത് രാത്രി 8 to 9 ആ ഒരു സമയത്ത് ഭർത്താവിന് നിങ്ങൾ ജ്യൂസുകൾ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ജ്യൂസ് എന്ന് പറയുമ്പം ഈ പറയുന്നത് പോലെ അതായത് കടയിൽ നിന്ന് മേടിക്കുന്ന ആർട്ടിഫിഷ്യൽ ജ്യൂസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒറിജിനൽ ഫ്രൂട്ട് വാങ്ങിച്ചിട്ട് അത് ജ്യൂസാക്കി ഹസ്ബൻഡിന് കൊടുക്കുന്നതും ഭാര്യ കുടിക്കുന്നതും, അതും നമുക്ക് നമ്മുടെ ലൈഫിൽ രാഹുകേതുക്കളുടെ ആധിക്യം കുറഞ്ഞ് ശുക്രവശ്യം ഉണ്ടാവാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ നിങ്ങളുടെ പില്ലോ കവേഴ്സ് റെഡ് കളറിലാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. അതും വളരെ നല്ല കാര്യമാണ്. പിന്നെ എപ്പോഴും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭർത്താവിൻ്റെ ഇടതുവശത്തായിരിക്കണം ഭാര്യ കിടക്കേണ്ടത്, അതായത് ഭർത്താവിൻ്റെ ഇടത് കൈ വരുന്ന ഭാഗത്ത്. അതുപോലെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇന്നേഴ്സ് തമ്മിൽ ഒന്നിച്ച് വെക്കാനായിട്ടും
ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ല രീതിയിലുള്ളൊരു മാറ്റമുണ്ട്. ഇതിലൊക്കെ എന്ത് കാര്യമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ പരീക്ഷണാർത്ഥം നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഞാനും ഇത് ഒരാൾ പറഞ്ഞു കേട്ട് തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പരീക്ഷണാർത്ഥത്തിൽ ഇതൊക്കെ ചെയ്താൽ ശരിയാകുമോ എന്ന് നിങ്ങളെപ്പോലെ ഞാനും വിശ്വസിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ നമുക്കും പൈസ മുടക്കുള്ള കാര്യമൊന്നും അല്ലല്ലോ ഇത്. എല്ലാവരും ഇന്നേഴ്സ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പം ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഇന്നേഴ്സ് തമ്മിൽ ഒന്നിച്ച് വെക്കുക. ആ ഒന്നിച്ച് വെക്കുന്നതിൽ കൂടി ഒരു മാറ്റം ഉണ്ടാകുന്നത് നമുക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും. പിന്നെ എല്ലാ ബന്ധത്തിലും ഉള്ളതുപോലെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് വിശ്വാസവും പരസ്പരം മനസ്സിലാക്കാനുള്ളൊരു കഴിവുമാണ്. എന്തൊരു കാര്യമാണെങ്കിലും അത് തുറന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തണം. ഈഗോ, വാശി, ഈ കാര്യങ്ങൾ നമ്മൾ വെച്ചുകൊണ്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് സ്പോയിലായി പോകത്തേ ഉള്ളൂ. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ താന്നു കൊടുക്കാൻ നമ്മളെക്കൊണ്ടേ പറ്റുകയുള്ളൂ. ആണുങ്ങൾക്ക് എപ്പോഴും അവരുടെ ഒരു മെയിലിസം കൂടുതലായിരിക്കും, ഈഗോ കോംപ്ലക്സ് കൂടുതലായിരിക്കും. 100-ൽ 90% ആണുങ്ങളും അങ്ങനെയാണ്. അപ്പം സ്ത്രീകളെ പറയുന്നത് എന്താണ്? ഭൂമിയോളം ക്ഷമിക്കാൻ കഴിയുന്നവരെന്നാണ്. അപ്പം കഴിവതും നമ്മൾ താന്നു കൊടുക്കുക. അപ്പോൾ എൻ്റെയൊക്കെ കാര്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും വഴക്കുണ്ടാക്കാതിരിക്കുന്ന വ്യക്തികളൊന്നുമല്ല. നമ്മളൊക്കെ വഴക്കുണ്ടാക്കാറുണ്ട്. പക്ഷേ താന്നു കൊടുക്കാറുണ്ട് ഞാൻ പലപ്പോഴും. കാരണം അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് നമുക്കവിടെ ഒന്നും നഷ്ടമാവാനില്ല. നമുക്കെന്ത് നഷ്ടമാവാനാണ്? നമുക്കൊന്നും നഷ്ടമാവാനില്ല. നമ്മളൊന്ന് താന്നു കൊടുക്കുക. ചിലപ്പോൾ അവരും അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും നമ്മുടെ വീട് വൃത്തിയായിട്ടിരുന്നാൽ മാത്രമേ നമ്മൾ എത്ര പൂജകളും പ്രാർത്ഥനകളും ചെയ്താലും അതിന് ഫലവും കിട്ടുകയുള്ളൂ, ഭാര്യാഭർത്തൃ ബന്ധം നന്നാവുകയുമുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാറ്റമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻ്റ് ഇടാവുന്നതാണ്. ഒരു 15 ദിവസം നിങ്ങളിതൊന്ന് ചെയ്തു നോക്കൂ. മാറ്റമുണ്ടാകുന്നത് തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെയുള്ളവരൊക്കെ എല്ലാ മാസവും ചെയ്യുന്നതാണ്. അത് കണ്ടിട്ട് ഞാനും ചെയ്യാറുണ്ട്. ഇവിടെയുള്ളവർ ചെയ്യുന്നത് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ടത്. അതായത് 9 ഗ്രാമ്പൂ എടുത്ത് എല്ലാ ആഴ്ചയിലും ഇവിടെയുള്ളവർ മഹാലക്ഷ്മി ദേവിക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പൂജ കഴിഞ്ഞ് കഴിയുമ്പോൾ കുടുംബത്തിന് സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും ഉണ്ടാകണമേ എന്ന് പറഞ്ഞാണ് കത്തിക്കുന്നത്. ദീപാവലി ദിവസം അവർ ചെയ്യുന്നത് 21 ഗ്രാമ്പൂ. ഞാനിവിടെ എല്ലാ ഞായറാഴ്ചയും അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും ലക്ഷ്മി പൂജ കഴിഞ്ഞ് കഴിയുമ്പോൾ ചെയ്യാറുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞു പോയ ആഴ്ചയെ ചെയ്തതാണ് ഈ കാണിക്കുന്നത്. അതായത് ഇതുപോലെ ഒരു കർപ്പൂരം എടുക്കുക, 2 ഗ്രാമ്പൂ എടുക്കുക, അത് നെയ്ക്കകത്ത് മുക്കിയിട്ട് നമ്മൾ കത്തിക്കുക. നെയ്ക്കകത്ത് മുക്കി ഇല്ല എന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ ചില സമയങ്ങളിൽ നെയ്ക്കകത്ത് മുക്കാതെ കത്തിക്കാറുണ്ട്. എങ്ങനെ കത്തിച്ചാലും നമുക്ക് ഫലം കിട്ടും. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭർത്താവും നമ്മുടെ മക്കളും എപ്പോഴും ഐക്യത്തിൽ പോകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാം. ഇനി ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുപ്പിച്ചൊരു 7 ദിവസം ഇത് കണ്ടിന്യൂസിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. ഗ്രാമ്പൂ എടുക്കുമ്പോൾ പൂവുള്ള ഗ്രാമ്പൂ തന്നെ എടുക്കണം. ആ കാര്യം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. 100% റിസൾട്ട് ഈ ഒരു കാര്യത്തിന് ഉറപ്പാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അനിത മേഡത്തിൻ്റെ യൂട്യൂബ് ചാനലിലാണ്. അതിനുശേഷം ഞാൻ കുറിച്ചൊന്ന് റിസർച്ച് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ തിരകിയപ്പോഴാണ് അറിഞ്ഞത്. മാർവാടികളുടെ ഇടയിൽ വളരെയധികം പ്രചാരത്തിലുള്ള ഒന്നാണ് ഈ ഒരു കാര്യമെന്നുള്ളത്. നമ്മുടെ വീടിൻ്റെ തൊട്ട് നൈബർ മാർവാടിയാണ്. അപ്പം അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് അവർ ചെയ്യുന്നത് എല്ലാ ആഴ്ചയും 9 ഗ്രാമ്പൂ വെച്ച് കത്തിക്കും. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പകരം ഞാൻ ആഴ്ച 2 ദിവസം, ശനിയാഴ്ചയും അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും, അല്ലെങ്കിൽ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും, ഏതെങ്കിലും ഒരു ദിവസം, ഒന്നെങ്കിൽ ശനി അല്ലെങ്കിൽ ഞായർ അല്ലെങ്കിൽ പിന്നെ വെള്ളിയാഴ്ച, അങ്ങനെ ആഴ്ച 2 ദിവസം ഞാൻ മുടങ്ങാതെ ഞാൻ എല്ലാ ആഴ്ചകളിലും ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്കും ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ഫലം നമുക്ക് കിട്ടും. ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും പറയണം. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. എത്രമാത്രം നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് മനസ്സിലായിട്ടുള്ള, ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പറഞ്ഞത്. പിന്നെ എല്ലാവരും എപ്പോഴും പറയുന്നത് പോലെ എല്ലാവർക്കും അങ്ങോട്ട് പരസ്പരം വേണ്ടത് വിശ്വാസമാണ്, ട്രസ്റ്റാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഏതൊരു ബന്ധവും മുന്നോട്ട് പോകൂ. അതുപോലെ തന്നെ കാര്യങ്ങൾ തുറന്ന് പറയാനായിട്ടും കൂടെ സാധിക്കണം. നമ്മൾ അവരോട് സ്നേഹമുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരോടുള്ള വികാരം എന്താണെങ്കിലും അത് നമ്മുടെ മനസ്സിൽ പൂട്ടിക്കെട്ടി വെച്ചാൽ ഒരാൾക്കും ഒരിക്കലും മനസ്സിലാവില്ല. സോ നമ്മളെപ്പോഴും ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ ഇഷ്ടങ്ങൾ ഭർത്താവിനെ അടിച്ചേൽപ്പിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞ് ചെയ്യാൻ ശ്രമിക്കണം. ഇത് കാണുന്ന പുരുഷന്മാരോടും എനിക്കിത് തന്നെ പറയാനുള്ളൂ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ.